ഹായ് ഹലോ. അപ്പോൾ ഇന്നുണ്ടല്ലോ നമുക്ക് മസാല ഓംലേറ്റ് റെഡിയാക്കാം. മുട്ട ഇഷ്ടമുള്ളവർക്ക് പല വെറൈറ്റീസ് ഓഫ് മുട്ട ഐറ്റംസൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ? അതുപോലെ എനിക്കും ഇഷ്ടമാണ്. അപ്പോൾ മുട്ടയിൽ തന്നെ മസാല ഇട്ടുള്ള മുട്ട എന്ന് പറയുമ്പോൾ എൻ്റെ ഫേവറേറ്റ് വണ്ണായി മാറിയത് ഇതുകൊണ്ടാണ്. അതിനായിട്ടൊരു പാൻ വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്കൊരു സവാള നന്നായിട്ട് കൊത്തി അരിഞ്ഞിടുക. ശേഷം അതിനകത്തേക്ക് കുറച്ച് കരിവേപ്പില, പച്ചമുളക്, കുറച്ച് കുരുമുളക്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അത് എണ്ണയിൽ കിടന്ന് നല്ല മസാലയൊക്കെ ഒന്ന് മിക്സായി ഒന്ന് വഴണ്ട് നല്ല രീതിക്കൊന്ന് പിടിച്ച് വരണം. അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 മുട്ട എടുത്തിട്ട്, മുട്ടയ്ക്ക് നിങ്ങൾക്ക് 3 തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് 2 എടുക്കാവുന്നതാണ്. ഇവിടെ ഞാനിപ്പോൾ 3 മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് കുറച്ച് അത്യാവശ്യം നല്ല കട്ടിക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ 3 മുട്ട പൊട്ടിച്ച് ഒരു കിണ്ണത്തിൽ ഒഴിച്ചതിന് ശേഷം അത് ജസ്റ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് മഞ്ഞയും വെള്ളയൊക്കെ എല്ലാം ഒന്ന് മിക്സാക്കിയിട്ട് ഈ വഴറ്റി വെച്ചേക്കുന്ന ഈ ഒരു മസാല ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ചതിന് ശേഷം ഈ മുട്ട പൊട്ടിച്ചത് ഇതിനകത്തോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി എല്ലാ ഭാഗത്തും ഒന്ന് യോജിപ്പിക്കുക. നല്ല മിക്സായി നല്ലൊരു കളർ ചേഞ്ച് വന്നത് നമുക്ക് മനസ്സിലാവും. ശേഷം ഈ ഒരു മുട്ടേനെ ഇത് നന്നായിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാവുന്നതാണ്. അപ്പം നല്ല രീതിക്ക് കട്ടിയായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. ഇതിന് നമുക്ക് തിരിച്ചിടണമെന്നൊന്നും ഇല്ല, കാര്യം അടച്ച് വെച്ച് തന്നെ ആക്കുമ്പോഴത്തേക്ക് നല്ല രീതിക്ക് കിട്ടും. മുട്ടയൊക്കെ ഇഷ്ടമുള്ളവർ അല്ലെങ്കിൽ അതിൻ്റെ മുട്ടയുടെ വെറൈറ്റിയൊക്കെ ട്രൈ ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്നവരൊക്കെ മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണത്. ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെ ഇത് മാത്രം കഴിച്ചാൽ മതിയാവും. കാര്യം അത്ര നല്ല നമുക്ക് വേണ്ട അത്ര എരി മസാല കാര്യങ്ങളെല്ലാം സെറ്റായിട്ടുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.